ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു പൊട്ടറ്റോ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായതുകൊണ്ട് തന്നെ നമുക്കധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 സവാള ചെറുതാക്കി അരിഞ്ഞ് അതും നമുക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 4 വലിയ ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞതാണ്. അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇളക്കി വിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഈ മസാലയൊക്കെ നല്ല ഇളക്കിയ ശേഷം നമുക്കതിന് മേലെയാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്കത് അടി പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. നമുക്കിത് ഫ്രൈ പോലെ ആയി കിട്ടണം. എന്നിട്ട് നമുക്ക് നല്ലപോലെ അടച്ചു വെച്ചിട്ട് ഇത് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി വിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിൽ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് ഗരം മസാലയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം. നമുക്കിത് ഫ്രൈ ആയിട്ട് ഇത് കിട്ടണം. ഇപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി നമുക്കിത് ഫ്രൈ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എനിക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തത് എൻ്റെ എളാപ്പയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി നോക്കുമ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.